Parallel learning, it's me, Sri Bhama SB. മക്കളെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നില്ലടാ, അടിപൊളിയല്ലേ, പവർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഉപകാരമാകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. നല്ല രസമുള്ള ചാപ്റ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ ആകാശമൊക്കെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കും, ഇനിയും ചോദിക്കും. കാരണം അത്രയും ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ മക്കൾ എന്ത് ചെയ്യാ, ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. റെഡി? നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിക് എന്ന് നോക്കാം. ദേ പിടിച്ചോ, നമ്മൾ എപ്പോഴും ആകാശം നിരീക്ഷിക്കുന്ന സമയത്ത് കുറെ നക്ഷത്രങ്ങളെ കാണാറുണ്ട് അല്ലെ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളെ ചില സമയത്ത് കൂട്ടമായിട്ട് നിൽക്കും, ചിലത് ഒറ്റയ്ക്ക് നിന്ന് തിളങ്ങും, ചിലത് പതിയെ ഇങ്ങനെ എന്ത് ചെയ്യും, മിന്നിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളില് ഒരാളെ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്റെ മക്കൾക്ക് ഏതെങ്കിലും ഷേപ്പ് പോലെ തോന്നുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം. ഉണ്ടോ? എന്തെങ്കിലും ഷേപ്പ് പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് എങ്ങനെയാ തോന്നുന്നറിയോ, ഇങ്ങനെ ഒരാൾ അമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പ് ചെയ്യൂലേ, അതുപോലെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ ഒരു അമ്പ് പിടിച്ചിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ പോലെ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ചിലപ്പോൾ ആകാശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ കൂട്ടമായിട്ടല്ല കേട്ടോ നിൽക്കുക. ശരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ലൈനൊന്നും ഉണ്ടാവൂല. ഇങ്ങനെ കണ്ടോ, ഈ പറയുന്ന ഈ സാധനങ്ങൾ ഇങ്ങനെ 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 കുത്തായിട്ട് ഒരു ഏകദേശം ഒരു ഷേപ്പ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എന്തിന്റെ ഷേപ്പാണ് ചോദിച്ചാൽ, ഈ ഒരു സ്റ്റാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറിയോൺ അഥവാ ദ ഹണ്ടർ, വേട്ടക്കാരൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ വേട്ടയാടാൻ പോകുന്ന ഒരാള് ഒരു സാധനം പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഒറ്റതായിട്ട് അടിക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ദ ഹണ്ടർ, വേട്ടക്കാരൻ, ഓറിയോൺ എന്ന് പറയുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണിത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ എർത്ത് ഹൊറിസോൺ ഇൻ ഡസ്ക് ഓഫ് ഡിസംബർ. ഡിസംബർ മാസം, അടുത്ത മാസം ദേ പറയുമ്പോഴേക്കും ഡിസംബർ എത്തിയില്ലേ. ആ മാസം നമുക്ക് ആകാശത്ത് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൈ ചാൻസ് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. അപ്പൊ ഡിസംബർ മാസത്തിലാണ് ഇത് കാണുന്നത്. ഈ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം പോലെ വി ക്യാൻ ഗെറ്റ് ലൈക്ക് ദ ഷേപ്പ് ഓഫ് എ ഹണ്ടർ. ഒരു ഷേപ്പ് ഓഫ് ഹണ്ടർ പോലെ തോന്നുന്നുണ്ട്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ദ ഹണ്ടർ എന്ന പേര് നമുക്ക് കൊടുക്കാം. ഗ്രീക്കുകാരുടെ ഐതിഹ്യത്തിൽ വേട്ടക്കാരനായിട്ടുള്ള ആളുടെ പേര് ഓറിയോൺ ആയിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റാറിനെ നമുക്ക് വേണമെങ്കിൽ ഓറിയോൺ എന്നും വിളിക്കാം. ഗ്രീക്ക് മെത്തോളജി അനുസരിച്ചിട്ട് ഹണ്ടറിന്റെ പേര് ഓറിയോൺ ആയതുകൊണ്ട് ഓറിയോൺ എന്നും വിളിക്കാം. അപ്പൊ ഓറിയോൺ എന്ന് പറഞ്ഞ നക്ഷത്രത്തിന് അടുത്ത മാസം എന്റെ മക്കളെ വെറുതെ ഒന്ന് പോയി നോക്കുക, ചിലപ്പോ ഭാഗ്യമുണ്ട് നമുക്ക് കാണാൻ പറ്റിയ നല്ലല്ലേ. പഠിച്ച കാര്യം നമുക്ക് ആകാശത്ത് കണ്ടുകൂടെ? സോ അത് നോക്കുക കേട്ടോ. റെഡി? അതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നക്ഷത്രക്കൂട്ടം. ഈ നക്ഷത്രക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടോടാ? ഏതാ ഈ നക്ഷത്രക്കൂട്ടം? നോക്ക, ഒരു സ്പൂണ് പോലെ നമ്മള് മറ്റേ ഈ എന്താ പറയാ, തവിയൊക്കെ പിടിച്ചിങ്ങനെ ദോശയൊക്കെ കമത്തുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്പൂണ് പിടിച്ചിങ്ങനെ ഒഴിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലേ നിങ്ങൾക്ക്? എനിക്കൊരു തവി പോലെ സ്പൂണ് പോലെയാ തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഷേപ്പായിരിക്കും തോന്നുന്നത്. ഇതിനെ എന്താ പേര് പറയാന്നറിയോ? ഇതാണ് സപ്തർഷികൾ എന്ന് പറയും. ഓക്കെ. അപ്പൊ ദൂരദർശിനിയുടെ സഹായം ഒന്നും ഇല്ലാണ്ട് നേക്കഡ് ആയിക്കൊണ്ടാണ്, നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നമുക്ക് ഏപ്രിൽ മാസം വരാൻ പോകുന്ന മാസങ്ങളിലുള്ള ഏപ്രിലിൽ നമുക്ക് കാണാം. ഒരു 4-5 മാസം കഴിഞ്ഞ് നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തില് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന നക്ഷത്ര ഗണമാണിത്. 7 നക്ഷത്രം കണ്ടോ, 1 2 3 4 5 6 7 7 നക്ഷത്രങ്ങൾ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ സപ്തർഷികൾ എന്ന പേര് വന്നത്. ഈ സപ്തർഷി എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ മുനിമാരെ ആലോചിക്കും, അങ്ങനെ മുനിമാരൊക്കെ നിൽക്കൂലേ, അങ്ങനെ 7 പേര് കൂടി ചേർന്നിട്ട് ഒരു രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെ സപ്തർഷികൾ എന്ന് വിളിക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ ഇതൊരു ബിഗ് ഡിപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത് തവി, നമ്മുടെ ചട്ടുകൊക്കെ കമത്തുന്ന സാധനമില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് അതിനെ അങ്ങനെയും പറയുന്നുണ്ട്. അർസ മേജർ നക്ഷത്രഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നതെന്നും കൂടെ ആലോചിക്കുക കേട്ടോ. സോ സപ്തർഷി ഇസ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ നോർത്തേൺ ഹൊറിസോണില് ക്ലിയർലി വിസിബിൾ ആയിട്ട് ഏത് മന്തിലാടാ കാണാ? ഏപ്രിൽ മന്തില് വിത്തൗട്ട് എയ്ഡ് ഓഫ് ടെലസ്കോപ്പിൽ കാണാൻ പറ്റുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. ദ നെയിം ഓഫ് സപ്തർഷി വാസ് ഗിവൻ ബൈ ഇന്ത്യൻസ്. നമ്മള് അതിന് സപ്തർഷീസ് എന്ന് പേരിട്ടു ബിക്കോസ് ഇറ്റ് ഈസ് ഷോയിങ് ലൈക്ക് ദ ഷേപ്പ് ഓഫ് എ
ഇന്ത്യയുടെ ഷേപ്പായിട്ട് ക്ലിയർലി ലൈക്ക് ഒരു 7 സ്റ്റാറുകൾ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തതുകൊണ്ട്. പക്ഷേ യൂറോപ്പിൽ അതിനെ നമ്മൾ ബിഗ് ഡിപ്പർ എന്നറിയപ്പെട്ടു. ബിക്കോസ് ദ ഷേപ്പ് ഓഫ് ദ സ്പൂൺ, ഒരു സ്പൂണിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ബിഗ് ഡിപ്പർ. ആൻഡ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഏഴ്സ മേജറുമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, ഇങ്ങനെ ഒരു നക്ഷത്രക്കൂട്ടം തന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യുക, ഇതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പൊ ഓരോന്നും തരാം, ഇതോ അതോ ഏത് വേണേലും തരാം. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, അതിന്റെ പിക്ചറും നോക്കി വെക്കുക, ഇതിന്റെ ഡിസ്ക്രിപ്ഷനും നോക്കി വെക്കുക, അടിപൊളിയായിട്ടങ്ങ് പഠിക്കാം. റെഡി അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ്? സപ്തർഷീസിനെ പറ്റിയും ഓരിയോനെ പറ്റിയും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ബാക്കി കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണേ, എക്സാമിന് ചോദിക്കും. അപ്പൊ അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. ബാക്കി കാര്യങ്ങള് നെക്സ്റ്റ് വീഡിയോയില്. അതുവരേക്കും ബൈ ബൈ, സി യു.